ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കുറേ ദിവസമായിട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓരോ കാരണങ്ങളല്ലാതെ അങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ എന്തായാലും ട്രെൻഡ് കാണുന്നതിൻ്റെ മുമ്പ് നമുക്ക് വീഡിയോ വേഗം ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തമ്മിൽ കണ്ടിട്ടാണ് നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്തതെന്ന് എനിക്കറിയാം. സോ ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് പോവാം. പിന്നെ ഞാൻ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് നോർമൽ ക്യാമാണ്. പിന്നെ ലൈറ്റും വെച്ചിട്ടില്ല. ഇത് നോർമൽ സൺലൈറ്റ് ആണ് കേട്ടോ. പിന്നെ സൗണ്ട് ചെറുതായിട്ടുണ്ടാവും, കുട്ടികളുടെയാണ്, ക്ഷമിച്ചേക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് 2 ലിപ്സ്റ്റിക്ക് പരിചയപ്പെടുത്തി തരാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇരണം, ഇതിൽ ഒരെണ്ണം ഇത് നിങ്ങൾക്ക് അറിയും. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാസ്ലറിൻ്റെ 025 ആണ് കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിങ് ആണല്ലേ. സോ എല്ലാവരുടെ കയ്യിലും ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ പലർക്കും ഉള്ളൊരു ഇതാണ്, എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. സോ ഞാനും വാങ്ങിക്കാം, ഇടാം, അങ്ങനത്തെ ഒരു ഇതിലാണ് എല്ലാവരും ഇത് വാങ്ങിക്കുന്നത്. നോർമലി എല്ലാ ഷോപ്പുകളിലും ഉണ്ട് കേട്ടോ. നമ്മുടെ ഏത് ഓണംകേറാൻ മൂലയിലുള്ള ഒരു ഷോപ്പിൽ പോയി വെച്ച് കഴിഞ്ഞാലും ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്തായാലും അവിടെ ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ ട്രെൻഡിങ് അതാണ്. പലർക്കുമുള്ള ഡൗട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്കിട്ടാൽ ചേരുമോ എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, പലരും ഇത് വാങ്ങിയിട്ട് പണി കിട്ടിയ ആൾക്കാരുണ്ട്. ചിലർക്ക് ഇത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് കാണുന്നൊരു ഇതും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പം പലരും വീഡിയോസ് ചെയ്യുന്നതിൻ്റെ അടിയിൽ അവരുടെ കമൻസിൽ നോക്കിയാലായിട്ട് കാണാൻ പറ്റും അവർക്ക് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്, ഇത് ശരിയായിട്ട് വരുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് കാരണം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ എൻ്റെ സ്കിന്നിലാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒട്ടും വൈകിക്കുന്നില്ല. സോ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് എൻ്റെ ലിപ്പിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നോർമൽ എൻ്റെ ലിപ്പ് കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്ക് ആയിട്ടുള്ളതാണ് കേട്ടോ. സോ നിങ്ങൾ ലിപ്പിൽ എന്തെങ്കിലും ഒരു ലിപ് ബാം എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഇത് ഇടാം. ഓക്കെ, സോ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ എനിക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ വന്നിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇത് റിവ്യൂ ആണ് കേട്ടോ. ആക്ച്വലി ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്, കറക്റ്റുള്ള കാര്യമാണ് പറയുന്നത്. ഇത് നമ്മൾ ആദ്യം ഇടുന്ന സമയത്ത് ഭയങ്കര ക്രീമി ആയിരിക്കും, ഭയങ്കര ക്രീമി ആയിട്ടുള്ള രീതിയിലാണ് ഇത് നിൽക്കുന്നത്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിലൊരു മാറ്റ് ഫിനിഷ് കിട്ടും, ഒരു മാറ്റ് ലുക്ക്. ഓക്കെ, അതിപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പം എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ സ്കിന്നാണ്. ഓക്കെ, ഇതിപ്പോൾ ഓക്കെയാണ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാഷ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കാറുണ്ട്. വാഷ് ഔട്ട് ചെയ്യാൻ മീൻസ് ഈ ഒരു അപ്പർ ലിപ്പ് കുറച്ചുകൂടെ ഡാർക്കാണ്, അതിൻ്റെ പേരിൽ അതങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതിപ്പോൾ ചിലർക്ക് ഇപ്പം എൻ്റെ സ്കിൻ ടോണിലുള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ്ലി ഇത് വാഷ് ഔട്ട് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും, അങ്ങനെ ഇല്ല കേട്ടോ. പലർക്കും പല രീതിയിലാണ് നിൽക്കുക. ഇപ്പം എൻ്റെ അതേ സ്കിൻ ടോണിലുള്ള ആൾക്കാർക്ക് തന്നെ പല രീതിയിലായിരിക്കും നിൽക്കുക. സോ നമുക്ക് ഒരിക്കലും കറക്റ്റായിട്ട് അത് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ലിപ് ലൈനർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ലിപ് ലൈനർ സ്വിസ് ബ്യൂട്ടിയുടെയാണ് മാറ്റ് ലിപ് ലൈനർ, ബോൾഡ് മാറ്റ് ലിപ് ലൈനർ. ഓക്കെ, ഇതായിട്ടില്ലേ. സോ ഇത് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വാഷ് ഔട്ട് ചെയ്യാത്ത രീതിയിൽ ലിപ്സ്റ്റിക്ക് നല്ല വൃത്തിയിൽ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. സോ ഞാൻ ലിപ്സ്റ്റിക്ക് മായ്ച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലിപ് ലൈനർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തോക്കാം. ഓക്കെ, ഇതൊന്ന് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇതൊരു ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഒരു ക്രീമി ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. സോ എന്തായാലും ഇത് ഒന്ന് ഓക്കെ ആവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണു. കാര്യം നേരത്തെ ഇട്ടതും
ഇപ്പോൾ ഇട്ടതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഗൈസ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക്കിനെ ഉപയോഗിക്കണം, സോറി ലിപ് ലൈനർ യൂസ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഞാൻ ഇത് യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രൗണൊക്കെ കിട്ടും, സോ അതൊക്കെ യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നന്നായിട്ട് ലിപ് ലൈനർ വെച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് നിൽക്കില്ല, അത്രേ ഉള്ളൂ. കാര്യം ഞാൻ ബ്രൗൺ സ്കിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, കുറച്ച് ഡാർക്ക് ബ്രൗൺ സ്കിൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. സോ അപ്പം എനിക്ക് ലിപ് ലൈനർ ഇട്ടിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്കും അതുപോലെ നിൽക്കും. ഓക്കെ, ലിപ് ലൈനർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ഡാസ്ലർ 025ൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകണം, സോറി മാറിപ്പോയി. സോ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു ഷെയ്ഡാണ് ഗൈസ്, അത് ഇതാണ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റിക്കർ ആക്ച്വലി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കോഡ് ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇത് വാങ്ങിക്കാനാണ് പോയത് കേട്ടോ, പക്ഷേ എനിക്ക് കിട്ടിയത് ഫസ്റ്റ് ഇതാണ്. ഓക്കെ, ഇത് നമുക്കറിയാമല്ലോ 025 ആണ്. അപ്പോൾ എനിക്കത് കിട്ടാണ്ട് വന്നപ്പം ഞാൻ അതുപോലെ മാച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇത് 027 ആണ് കേട്ടോ. ഇത് 25, ഇത് 27. ഓക്കെ, കളർ ഉണ്ടല്ലേ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് മാറ്റ് ലുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സെറ്റ് സാധനമാണ് 25ൻ്റെ. ഓക്കെ, ഇനി ഇതിൻ്റെ റിവ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനത് നല്ല രീതിയിൽ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ ഞാൻ ലിപ് ലൈനർ ഇടാണ്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ കളറ് വന്നിട്ട് ആക്ച്വലി ഒരു മെറൂൺ, ഡാർക്ക് മെറൂൺ കളറ് അങ്ങനെയൊക്കെ പറയാം, അതാണ് കളർ കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ആക്ച്വലി ആ കളറ് വന്നിട്ട്. സോ നിങ്ങൾക്കിത് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. അത് ചിലപ്പം ഇതിപ്പം ബ്രൈറ്റ്നെസ് ഇതിൻ്റെ മീൻസ് പുറത്തെ വെളിച്ചം കൂടുതലായിട്ടായിരിക്കാം ഇങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചർ കാരണമായിരിക്കും. ഇത് മാറ്റ് ഫിനിഷിങ് കിട്ടുന്ന സെയിം സാധനം തന്നെയാണ് അല്ലേ. ഇപ്പം സെറ്റായി, കറക്റ്റ് കളറായിട്ടുണ്ട്. അപ്പം എൻ്റെ സ്കിൻ ടോണിലുള്ളവർക്ക് മാച്ച് ആവുന്ന മറ്റൊരു ഷെയ്ഡാണിത്, 027. ഓക്കെ, 25 തിരഞ്ഞു പോകുന്നവർക്ക് 27 കൂടെ തിരഞ്ഞു നോക്കാം, കാരണം ഇത് ബെറ്റർ ഓപ്ഷനാണ്. ഇത് എനിക്കിത് വലിയ രീതിയിൽ വാഷ് ഔട്ട് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് എനിക്കങ്ങനെ വാഷ് ഔട്ട് ചെയ്യുന്നില്ല. ഇനി അഥവാ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആളുകൾക്ക് ഈ പറയുന്ന നേരത്തെ ലിപ് ലൈനർ യൂസ് ചെയ്യാം. ഞാൻ ലിപ് ലൈനർ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. എന്തായാലും ഇത് കളയുന്നില്ല, ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ലിപ് ലൈനർ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എന്തേ ലിപ് ലൈനർ ഇട്ടിട്ടുണ്ട്, സംഭവം സെറ്റ് സാധനമാണ്. എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. ഇതിപ്പോൾ ചിലപ്പോൾ ഫോണിൽ കൂടെ കാണുമ്പോഴേക്കും കളർ ഇങ്ങനെ തോന്നുന്നത്, കുറച്ച് ഡാർക്കായിട്ട് പോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇത് അത്ര ഡാർക്കല്ല, ഇത് കുറച്ചും കൂടെ കഴിയും തോറും ഇത് നന്നായിട്ട് നമ്മുടെ ലിപ്പിൽ അബ്സോർബായി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ലിപ് ലൈനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പക്ക പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്യുന്നുള്ള പേടി വേണ്ട. പിന്നെ ഈ വാഷ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ഈ ഡാർക്ക് സ്കിന്നായിട്ട് എന്നെപ്പോലുള്ള സ്കിന്നുള്ള ആളുകൾക്ക് ഏത് ന്യൂഡ് ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് വാഷ് ഔട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നിൽക്കുക, അത് വേറെ കാര്യം. അപ്പം നമുക്ക് ഏത് ക്രീമി അല്ലെങ്കിൽ ഏത് ന്യൂഡും നമുക്ക് ഇടാം വിത്ത് ഈ പറയുന്ന ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട്. അതിപ്പം റെഡ് ലിപ് ലൈനർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രൗൺ യൂസ് ചെയ്യാം, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള രീതിയിലുള്ള എന്താ പറയുക ലിപ് ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്കും ഇടാം, ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, എന്നെപ്പോലെയുള്ള സ്കിന്നുകാരോടാണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പം കുറച്ചും കൂടെ ടോൺ കൂടിയ ആളുകൾക്കും ഈ പറയുന്ന പോലെ ഈ ലിപ് ലൈനർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഷെയ്ഡ് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങിക്കാൻ ഇടാം. ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് പറഞ്ഞത്. ഇനി മറ്റേതാണ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ധൈര്യമായിട്ട് വാങ്ങിക്കാം. വാഷ് ഔട്ട് ചെയ്യുന്നവർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയണത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നതിന് ഷുവറായിട്ട് നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.